ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമായിരുന്നു വനിതാ സംവരണ ബില്ലിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ച. സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ലിനെതിരെ, എന്നാൽ ആ ബില്ലിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും നടപ്പിലാക്കുന്നതിലെ കാലതാമസത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. കേവലം ഒരു സംവരണ ബില്ല് എന്നതിനപ്പുറം ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയും സാമൂഹിക നീതിയെയും ബാധിക്കുന്ന ഗൗരവകരമായ വിഷയങ്ങളാണ് അദ്ദേഹം സഭയിൽ ഉയർത്തിയത്. വനിതാ സംവരണ ബിൽ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കാനല്ല, മറിച്ച് BJP സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു മറ മാത്രമാണെന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ആരോപിച്ചത്. സ്ത്രീ ശാക്തീകരണം എന്ന ഉന്നതമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സർക്കാർ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ സ്ത്രീകളെ ബഹുമാനിക്കുന്നുവെന്ന് വരുത്തി തീർക്കുമ്പോഴും അവരുടെ അവകാശങ്ങളുമേൽ ഉപരിയായി രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിലൂടെ സമർത്ഥിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ കടന്നാക്രമണം മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചായിരുന്നു. ജമ്മു കാശ്മീരിലും ആസാമിലും നേരത്തെ പരീക്ഷിച്ച മണ്ഡല പുനർനിർണയ തന്ത്രം ഇന്ത്യയിലുടനീളം നടപ്പിലാക്കാനുള്ള വഴിത്തിരിവായി ഈ ബില്ലിനെ സർക്കാർ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സെൻസസും മണ്ഡല പുനർനിർണയം വേണമെന്ന നിബന്ധന വെച്ചതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഇത് കേവലം സാങ്കേതികമായ ഒരു നടപടിയല്ലെന്നും രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവം മാറ്റിമറിക്കാനുള്ള ഗൂഢാലോചനയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി സ്ത്രീകളെ മുൻനിർത്തി സർക്കാർ ഇത്തരം നീക്കങ്ങൾ ഒളിച്ചു കടത്തുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. വനിതാ സംവരണ ബില്ലിനുള്ളിൽ OBC വിഭാഗത്തിന് പ്രത്യേക ക്വാട്ട അനുവദിക്കാത്തത് വലിയ വിവേചനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗം വരുന്ന OBC വിഭാഗത്തെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഭരണചക്രങ്ങൾ തിരിക്കുന്ന സെക്രട്ടറിമാരുടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യയിലെ 90 ക്യാബിനറ്റ് സെക്രട്ടറിമാരിൽ എത്ര പേർ OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് അദ്ദേഹം ചോദിച്ചു. ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായി മൗനാനുവാദം അടിച്ചേൽപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും ജുഡീഷ്യറിയിലും സ്വകാര്യ മേഖലയിലും OBC വിഭാഗക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. OBC, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് ഈ ബില്ലിനെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. ജാതി സെൻസസ് കണക്കുകൾ പുറത്തുവിടണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി വീണ്ടും സഭയിൽ ശക്തമായി ഉന്നയിച്ചു. ഇന്ത്യയിലെ യഥാർത്ഥ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാനും രാഷ്ട്രീയ ഭരണ രംഗങ്ങളിൽ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കാനും ജാതി സെൻസസ് അനിവാര്യമാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗസംഖ്യയും പ്രാതിനിധ്യവും തീരുമാനിക്കാൻ ഈ കണക്കുകൾ ഉപയോഗിക്കുമോ എന്നും അദ്ദേഹം സർക്കാരിനോട് ചോദിച്ചു. OBC വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കങ്ങളെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തടയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗൗരവകരമായ രാഷ്ട്രീയ പ്രസംഗത്തിനിടയിലും സഭയെ ചിരിപ്പിക്കുകയും അതേസമയം ഭരണപക്ഷത്തെ കുത്തിനോവിക്കുകയും ചെയ്യുന്ന ചില പരാമർശങ്ങളും രാഹുൽ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നെയും താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശം ശ്രദ്ധേയമായിരുന്നു. പ്രധാനമന്ത്രിക്കും എനിക്കും ഭാര്യമാരില്ലാത്തതുകൊണ്ട് ആ ഒരു വശത്തു നിന്നുള്ള ഉപദേശങ്ങൾ തങ്ങൾക്ക് കിട്ടാറില്ല, എങ്കിലും ഞങ്ങൾക്ക് അമ്മയും സഹോദരിയുമുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തങ്ങൾക്ക് കുടുംബത്തിന്റെ പിന്തുണയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ തന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശവും സഭയിൽ കൗതുകമുണർത്തി. കഴിഞ്ഞ 20 വർഷം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് സാധിക്കാത്ത ഒരു കാര്യം പ്രിയങ്ക സാധിച്ചുവെന്നും അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ചിരിപ്പിക്കുക എന്നതായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇത് സഭയിൽ വലിയ ചിരി പടർത്തി. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ കേന്ദ്രമന്ത്രിമാർ ശക്തമായി തിരിച്ചടിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസിന്റെ ഭൂതകാലത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തിയത്. കഴിഞ്ഞ 60 വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്തുകൊണ്ട് OBC വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണം നടപ്പിലാക്കിയില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്തുകൊണ്ടാണ് OBC സംവരണം എതിർത്തതെന്നും റിജിജു ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രംഗത്തെത്തി. നരേന്ദ്രമോദി അപമാനിക്കുന്നത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും രാഹുൽ ഗാന്ധി സഭയിൽ ക്ഷമ ചോദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സഭയുടെ മര്യാദകൾ പാലിക്കണമെന്ന് സ്പീക്കറും രാഹുലിനോട് നിർദ്ദേശിച്ചു. പ്രസംഗത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെയും ഒരു ബിസിനസ്സുകാരന്റെയും ബന്ധത്തെക്കുറിച്ച് രാഹുൽ നടത്തിയ പരാമർശങ്ങൾ വലിയ ബഹളത്തിനും കാരണമായി. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിക്ക് പ്രധാനമന്ത്രിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാമെന്നും ഈ ശക്തിയെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാജിക്കുകാരനും ബിസിനസ്സുകാരനും എന്ന പ്രയോഗത്തിലൂടെ അദാനി ഗ്രൂപ്പിനെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചതെന്നും വ്യക്തമായിരുന്നു. എന്നാൽ ഇത്തരം വാക്കുകൾ പാർലമെന്റ് രേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു. വനിതാ സംവരണം നടപ്പിലാക്കാൻ സർക്കാരിന് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന ഈ സങ്കീർണമായ ബില്ലിന് പകരം പഴയ ബില്ല് ഉടൻ കൊണ്ടുവരണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു.
ഒരു നിമിഷം പോലും വൈകാതെ അത് നടപ്പിലാക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം സഭയിൽ പ്രഖ്യാപിച്ചു. പുതിയ നിബന്ധനകൾ വെച്ച് സംവരണം വൈകിപ്പിക്കുന്നത് സ്ത്രീകളെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം കേവലം ഒരു ബില്ലിനെതിരെയുള്ള എതിർപ്പല്ലായിരുന്നു, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിലും കോൺഗ്രസ് ഉയർത്താൻ പോകുന്ന നിലപാടുകളുടെ വ്യക്തമായ സൂചനയായിരുന്നു. സാമൂഹിക നീതി, ജാതി സെൻസസ്, OBC പ്രാതിനിധ്യം എന്നീ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. വനിതാ സംവരണം എന്ന വൈകാരികമായ വിഷയത്തെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കായി സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതും ഉറപ്പാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ പോരാട്ടം വെളിപ്പെടുത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ അധികാര സന്തുലിതാവസ്ഥയെക്കുറിച്ചും ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചുമുള്ള വലിയ തർക്കങ്ങളാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഈ ചർച്ച ഒടുവിൽ എത്തുന്നത് OBC, ദളിത് വിഭാഗങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശങ്കകളിലാണ്.